കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന വിത്തനങ്ങൾ ഗുണമേന്മയില്ലാത്തതെന്ന് കർഷക കോർഡിനേഷൻ. കർഷകരുടെ പരാതിക്ക് ഉടൻ പരിഹാരമുണ്ടാകണമെന്നും UDF കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖല യോഗം ആവശ്യപ്പെട്ടു. ഭവനുകൾ വഴി നൽകുന്ന വിവിധയിനം വിത്തിനങ്ങൾ നിലവാരമില്ലാത്തതാണെന്ന കർഷകരുടെ പരാതിക്ക് പരിഹാരമുണ്ടാകണമെന്നും UDF കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖല യോഗം ആവശ്യപ്പെട്ടു. കൃഷിഭവനുകൾ നൽകിയ നെൽവിത്ത്, തെങ്ങിനത്തൈ, കുരുമുളക്, പ്ലാവ് തുടങ്ങിയ തൈകൾ ഭവനുകൾ വഴി നൽകുന്ന വിവിധയിനം വിത്തിനങ്ങൾ നിലവാരമില്ലാത്തതാണെന്ന കർഷകരുടെ പരാതിക്ക് പരിഹാരമുണ്ടാകണമെന്നും UDF കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖല യോഗം ആവശ്യപ്പെട്ടു. കൃഷിഭവനുകൾ നൽകിയ നെൽവിത്ത്, തെങ്ങിനത്തൈ, കുരുമുളക്, പ്ലാവ് തുടങ്ങിയ തൈകൾ മൂപ്പെത്താത്ത വിത്ത് മുളപ്പിച്ചെടുത്തതാണെന്നാണ് ആരോപണം. സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് കർഷക ആനുകൂല്യത്തിനെന്ന പേരിൽ എല്ലാ വർഷവും ചിലവഴിക്കുന്നത്. കൃഷി ആവശ്യങ്ങൾക്കുള്ള പമ്പ് സെറ്റുകൾ അർഹതയുള്ളവർക്കല്ല നൽകുന്നതെന്നും പരാതിയുണ്ട്. ഇത്തരം കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ്, കൃഷിമന്ത്രി, കൃഷിവകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകുവാനും കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. കർഷക ആവശ്യങ്ങളും വന്യമൃഗശല്യത്തിന് പരിഹാരവും ആവശ്യപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ വാഹന പ്രചരണ ജാഥ നടത്തുവാനും യോഗം തീരുമാനിച്ചു. ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ച യോഗം കോർഡിനേഷൻ കിഴക്കൻ മേഖല ചെയർമാനും UDF ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ തീർച്ചയായും നമുക്ക് ഒരു ദിവസം തീരുമാനമെടുക്കുവാനായിട്ട് കഴിയണം. അതനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട, പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ അധ്വാനം ചെയ്യുന്ന, എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാളികേര കർഷകരെ നമുക്ക് ചേർത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവഗണന, എനിക്ക് എടുത്തു പറയേണ്ടത്, ഏറ്റവും കൂടുതൽ അവഗണന നാളികേര കർഷകരോട് കാണിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ്. കൊപ്ര സംഭരണം നമുക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി വലിയ തോതിൽ 50,000 ടണ്ണും അതിനുശേഷം രണ്ടാമത് 75,000 ടണ്ണും ഒക്കെ തമിഴ്നാട് സംഭരിച്ച് കർഷകരെ സംരക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ 1200 ടൺ സംഭരിച്ച് കർഷകർക്ക് ഒരു ഗുണവും കിട്ടാതെ കർഷകരെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ്, സ്വതന്ത്ര കർഷക സംഘ ജില്ലാ പ്രസിഡന്റ് MM അബ്ദുൾ റഹ്മാൻ, കർഷക യൂണിയൻ അനുസ്ഥാന സെക്രട്ടറി ജോണി പുളിന്തടം, വിവിധ കക്ഷി നേതാക്കളായ MC അയ്യപ്പൻ, ബിജു വെട്ടിക്കുഴ, AC രാജശേഖരൻ, PC ജോസ്, ജോസ് കൈതമന, MP എസ്തപ്പാനോസ്, ഹരിഹരൻ നെല്ലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.